ഹലോ, ഞാൻ റിച്ചാർഡ്. 2027 ബാച്ചാണ്. അപ്പോൾ കണ്ടോണേഷൻ എങ്ങനെ UCKയിൽ അടയ്ക്കുക എന്നുള്ള ഒരു ബേസിക് ഐഡിയ പറഞ്ഞുതരാണ്. കാരണം നമ്മളിതിനെ പിന്നെല്ലാം കുറേ ഓടി, അതുകൊണ്ടാണ് ഞാനൊരു വീഡിയോ ചെയ്യാൻ തോന്നിയത്. അപ്പോൾ നിങ്ങൾക്ക് 65% താഴെ അറ്റൻഡൻസ് ആണെങ്കിൽ നിങ്ങൾ കണ്ടോണേഷൻ അടയ്ക്കേണ്ടി വരും. നിങ്ങൾക്ക് 75% ആണ് മിനിമം അറ്റൻഡൻസ് വേണ്ട എക്സാം എഴുതാൻ, അല്ലെങ്കിൽ എക്സാം എഴുതിക്കില്ല. അപ്പോൾ ആദ്യം തന്നെ കണ്ടോണേഷൻ ഫോം മേടിക്കണം. അപ്പോൾ നിങ്ങളുടെ സ്റ്റാഫ് അഡ്വൈസർ പറയുകയാണ് നിങ്ങൾക്ക് 65%-നേക്കാളും താഴെ അറ്റൻഡൻസ് ഉള്ളൂ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം കണ്ടോണേഷൻ അടയ്ക്കാൻ വേണ്ടി ഫോം മേടിക്കണം. അപ്പോൾ ഈ ഫോം കണ്ടല്ല, ഈ ഫോം മേടിക്കാൻ പല വഴികളുണ്ട്. അപ്പോൾ ആദ്യം എല്ലാവരും പറയാം ഫോം മേടിക്കാൻ പാളയം യൂണിവേഴ്സിറ്റി പോകണമെന്ന് പറയും. അപ്പോൾ പാളയത്ത് ഇത് മേടിക്കാനായിട്ട് നമ്മൾ പോയിരുന്നു. അങ്ങനെ നമ്മളത് മേടിച്ച് എഴുതി. പിന്നീടാണ് മനസ്സിലായേ നമ്മുടെ സെൻട്രൽ സർക്കിളിൽ പോയി കഴിഞ്ഞാലും, നമ്മുടെ കാരോട്ടം ക്യാമ്പസിൽ സെൻട്രൽ സർക്കിളിൽ പോയാലും ഈ ഫോം കിട്ടും. പക്ഷേ നമ്മൾ പാളയത്ത് പോയാണ് മേടിക്കുന്നതെങ്കിൽ നമുക്ക് അവിടെ നിന്ന് ഇങ്ങനെ സീല് കിട്ടും. കണ്ട ഒരു സീല് കിട്ടും. പക്ഷെ നമ്മളിത് ഇവിടെ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് സീലൊന്നും കിട്ടില്ല. നമ്മൾ ഇവിടെ നിന്ന് മേടിക്കണ്ട. നമുക്ക് പ്രിൻ്റർ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് പ്രിൻ്റ് എടുത്താൽ മതി. ഓൺലൈനിൽ ഈ സാധനം അവൈലബിൾ ആണ്, പ്രിൻ്റ് എടുത്താൽ മതി. സീൽ ഉണ്ടാവില്ല എന്നുള്ളൂ. അത് സീല് സെറ്റ് ചെയ്യാൻ വേറൊരു വഴിയുണ്ട്, അത് പറഞ്ഞുതരാം. ഓക്കെ, എന്നിട്ട് ഈ ഫോം മേടിച്ചിട്ട് ഇത് ഫില്ല് ചെയ്യണം. ഇതിൻ്റെ അകത്ത് കുറച്ച് ബേസിക് കാര്യങ്ങളുണ്ട്, അത് ഫില്ല് ചെയ്യണം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ്, അതുപോലെ തന്നെ നമ്പർ ഓഫ് ഡേയ്സ് അറ്റൻഡ് ബൈ കാൻഡിഡേറ്റ്, അതുപോലെ മിനിമം നമ്പർ ഓഫ് ഡേയ്സ് റിക്വയർഡ് ഫോർ ദ പേരൻ്റ് എക്സാം. ഈ 3 കാര്യങ്ങൾ ഫില്ല് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം. കാരണം ഇത് വൺസ് ഫില്ല് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് വീണ്ടും ചേഞ്ച് ചെയ്യണമെങ്കിൽ വീണ്ടും നമ്മൾ പ്രിൻസിപ്പളുടെ അടുത്ത് പോയി വീണ്ടും പെർമിഷനൊക്കെ മേടിക്കേണ്ടി വരും. അപ്പോൾ ഇതിൽ ഈ ടോട്ടൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് നിങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയൊക്കെ കാൽക്കുലേറ്റ് ചെയ്യാം. ടോട്ടൽ നമ്പർ ഓഫ് വർക്കിംഗ് ഡേയ്സ് ഇപ്പോൾ 100 ആണെങ്കിൽ നിങ്ങളുടെ നമ്പർ ഓഫ് ഡേയ്സ് അറ്റൻഡ് ബൈ കാൻഡിഡേറ്റ് 65% ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അതിൻ്റെ 65 എടുക്കുക. പിന്നെ മിനിമം ഡേയ്സ് എന്തായാലും 75% ആണ്, അപ്പോൾ 75 എഴുതാം. അപ്പോൾ അങ്ങനെ എഴുതാം. ഇപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ ഇപ്പോൾ ഇവിടെ നമുക്ക് വന്നത് 85 ആണ് ടോട്ടൽ വർക്കിംഗ് ഡേയ്സ് വന്നത്. പിന്നെ നമ്പർ ഓഫ് അറ്റൻഡ് 55 ആയിരുന്നു. ടോട്ടൽ റിക്വയർഡ് മിനിമം 64, അതായത് ഈ 85-ൻ്റെ 75% ഈ 64, ഇത് 65%. അപ്പോൾ ഇത് പ്രോപ്പറായിട്ട് എഴുതുക. എന്നിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളെല്ലാം കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിന് അപ്പുറത്തൊരു സെക്ഷൻ ഉണ്ട്, ഈ പേജിൻ്റെ അപ്പുറത്തൊരു സെക്ഷൻ ഉണ്ട്. ആദ്യമേ തന്നെ ഇത് വായിച്ചു നോക്കുക. ഇതിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്നിട്ട് ഈ പെട്ടി ഫില്ല് ചെയ്യണം. ഈ പെട്ടിയിൽ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വരാത്ത ദിവസത്തെ ഡേറ്റും അതിൻ്റെ റീസൺ, എന്തുകൊണ്ട് വന്നില്ല എന്നുള്ള റീസൺ എഴുതണം. അപ്പോൾ ഇതിൽ നമ്മളിവിടെ ആദ്യം ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഈ പെട്ടി ഇതിൽ നമ്മൾ ഈ 55 കൊടുത്തിട്ടില്ലേ, ഈ 55 ഇത് തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടോ അത്ര ഡേറ്റിനുള്ള റീസൺ നമ്മൾ എഴുതണം. അതായത് ഇപ്പോൾ ഇവിടെ ഈ കേസിൽ 30 ദിവസത്തെ റീസൺ നമ്മൾ ഈ പെട്ടിയുടെ അകത്ത് എഴുതണം. അപ്പം മോസ്റ്റ് കേസിലെല്ലാവരും എന്ത് ചെയ്യണം, ഈ മെഡിക്കൽ റീസൺസ് മാക്സിമം എഴുതാൻ നോക്കണം, അല്ലെങ്കിൽ അത് റിജക്റ്റ് ചെയ്യും. അപ്പോൾ റിജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ വേറെ ഫോം മേടിച്ച് നമ്മൾ എഴുതേണ്ടി വരും. അപ്പോൾ മാക്സിമം ഇപ്പോൾ ഈ എക്സാമ്പിളിൽ കണ്ട ത്രോട്ട് ഫീവർ, ഡെങ്കു, ഫുഡ് പോയ്സൺ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചാൽ മതി, തള്ളി വെച്ചാലും മതി, കുഴപ്പമില്ല. പക്ഷേ മാക്സിമം മെഡിക്കൽ റീസൺ എഴുതുക. എന്നിട്ട് ഒരു ഡേറ്റ് കൊടുക്കുക, ഓരോ ഡേറ്റ്, ഈ ഡേറ്റ് അതായത് ഇന്ന ദിവസത്തോടെ ഇന്ന ദിവസം വരെ 4 ദിവസം ഡെങ്കു ആയിരുന്നു എന്ന് പറഞ്ഞ് കൊടുക്കുക. അപ്പോൾ ഇതിൽ 5 ദിവസത്തേക്കാളും മേലെ നമ്മൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതിന് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ഹാജരാക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ മാക്സിമം 4 അല്ല 5 മാക്സിമം 5 വരെ ഒതുക്കിയിട്ടുള്ള ഡേറ്റുകൾ കണ്ടുപിടിച്ച് അങ്ങനെ എഴുതാം. ഇതിൽ ഈ ഡേറ്റുകൾ നമ്മൾ എഴുതുമ്പോൾ സൂക്ഷിക്കണം, ആ ഡേറ്റ് ശനിയോ ഞായറോ, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ കേസിൽ ദുഃഖവെള്ളി, ഈസ്റ്റർ, വിഷു ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഡേറ്റ് കണ്ടുപിടിച്ച് എഴുതാൻ. അത് എഴുതി കഴിഞ്ഞിട്ട് ഇവിടെ ടോട്ടൽ നമ്പർ ഓഫ് ഡേയ്സ് 30 കൊടുക്കുക, ഒപ്പിടാം. ഇനി ഇതിൽ പേയ്മെൻറ്റ് വേണ്ടത് 10 ദിവസം നിങ്ങൾ മുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ 105 രൂപയും 20 ദിവസം മുടങ്ങി കഴിഞ്ഞാൽ 205 രൂപയാണ്. പക്ഷേ ഈ 30 ദിവസത്തിൻ്റെ കണക്കല്ല നിങ്ങൾ കൊടുക്കേണ്ടത്. കാരണം നിങ്ങൾ 30 ദിവസം മുടങ്ങിയെങ്കിലും നിങ്ങൾക്ക് ശരിക്കും 64 ദിവസം മതി. അതായത് മിനിമം 64 ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം എഴുതാം. പക്ഷെ നിങ്ങൾ 55 ഉള്ളൂ. അപ്പം 55 64 ആവാൻ എത്ര 10 മതി. അപ്പം നിങ്ങൾ 10 ദിവസത്തിൻ്റെ അറ്റൻഡൻസിൻ്റെ കണ്ടോണേഷൻ കൊടുത്താൽ മതി. അതായത് 10 ദിവസം എന്ന് പറയുമ്പോൾ 105 രൂപ കൊടുത്താൽ മതി. പക്ഷെ നിങ്ങളിവിടെ എഴുതുമ്പോൾ ആ 30 ദിവസത്തെ ഇവിടെ എഴുതേണ്ടി വരും. അങ്ങനെ ഈ റീസൺസ് എല്ലാം എഴുതി കഴിഞ്ഞതിന് ശേഷം
നിങ്ങളുടെ സ്റ്റാഫ് അഡ്വൈസറിൻ്റെ അടുത്ത് ചെല്ലണം. അപ്പോൾ സ്റ്റാഫ് അഡ്വൈസറിൻ്റെ ഇതനുസരിച്ചിരിക്കും, നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. ചിലപ്പോൾ പറയും ഈ ദിവസമെല്ലാനും അതാത് കോഴ്സ് എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ അടുത്ത് പോയി വെരിഫൈ ചെയ്യാൻ പറയും. അങ്ങനെ ചിലപ്പോൾ അങ്ങനെ കുറച്ച് വള്ളികൾ ചിലപ്പോൾ ഉണ്ടാവാം. ഇല്ലെങ്കിൽ നിങ്ങൾ രക്ഷപ്പെട്ടു. ഇവിടെ സ്റ്റാഫ് അഡ്വൈസറിന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്യാം, എന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോവാം. ചിലപ്പോൾ പ്രിൻസിപ്പൾ തന്നെ ഒപ്പിട്ട് തരും, ചിലപ്പോൾ പ്രിൻസിപ്പൾ പറയും സ്റ്റാഫ് അഡ്വൈസറിൻ്റെ വെരിഫിക്കേഷൻ വേണമെന്നൊക്കെ പറയും. അത് ഡിപ്പെൻസ്. എന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയി ഒപ്പിടിക്കലാണ് കാര്യം. ഇവിടെ സ്റ്റാഫ് അഡ്വൈസറിന് ഒപ്പിടാനുള്ള സ്ഥലമൊന്നുമില്ല. പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോവുക, ഇവിടെ പ്രിൻസിപ്പളിൻ്റെ ഒപ്പ് മേടിക്കുക. പ്രിൻസിപ്പൾ ഇവിടെ റെക്കമെൻഡ് ചെയ്യും. പിന്നെ പ്രിൻസിപ്പൾ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് കോളേജിൻ്റെ ഓഫീസിൽ പോവുക, സീല് മേടിക്കുക. ഇപ്പുറത്ത് സീല് മേടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. എന്നിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ പേയ്മെൻറ്റ് കൊടുക്കണം. പേയ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് 2 ഓപ്ഷൻ ഉണ്ട്. പക്ഷെ നമ്മുടെ അടുത്ത് പാളയത്ത് പോയി കാശ് അടയ്ക്കാൻ പറ്റുള്ളൂ എന്നാണ് പറഞ്ഞത്. അതായത് നമ്മൾ പാളയത്ത് പോയി അവിടെ പോയിട്ട് അവിടുത്തെ ക്യാഷ് കൗണ്ടറിൽ ചെല്ലുന്നു. അവിടെ ഒരു ഫോം തരും, അത് എഴുതി ചെല്ലാൻ നമ്മൾ അവർക്ക് കൊടുക്കണം. അപ്പോൾ ആ കാശ് എത്രയാണോ നമ്മുടെ കയ്യിൽ 150 രൂപ കൊടുത്ത് എന്ത് ചെയ്യും, ഒരു റെസിപ്റ്റ് കിട്ടും. ആ റെസിപ്റ്റ് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചിട്ട് സ്റ്റാപ്ലർ ചെയ്ത് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഒരു ബോക്സ് ഉണ്ട്, തപാൽ ബോക്സ് ഉണ്ട്, ആ പെട്ടിയിലകത്ത് ഇടണം. ഇത്രയുള്ള പരിപാടി. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കാരോട്ടം ക്യാമ്പസിൽ ഒരു ക്യാഷ് കൗണ്ടർ ഉണ്ട്. ആ ക്യാഷ് കൗണ്ടറിൽ പോയാലും നമുക്ക് പേയ്മെൻറ്റ് കൊടുത്തിട്ട് നമുക്ക് റെസിപ്റ്റ് ഇവിടെ പിൻ ചെയ്തിട്ട് അവിടെ കൊണ്ടിടണം. എന്തായാലും ഇടാനായിട്ട് പാളയത്ത് എന്തായാലും പോകണം. ഒരു പ്രാവശ്യമെങ്കിലും പാളയത്ത് പോകാണ്ടിരിക്കാൻ പറ്റില്ല, പോയിട്ട് അവിടെ ഇടേണ്ടി വരും. പിന്നെ ഉള്ളത്, ഇതിൽ നമ്മൾ പെട്ടിയിലിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിൽ ചേഞ്ചസ് ഉണ്ടെങ്കിൽ നമ്മളെ അങ്ങോട്ട് വിളിപ്പിക്കും. അത് ചിലപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസമോ എപ്പോൾ വേണമെങ്കിലായിരിക്കാം, നമ്മളങ്ങോട്ട് വിളിപ്പിക്കും. എന്നിട്ട് ഇതിൽ ചേഞ്ച് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്ട്രാ കാശ് കൊടുക്കേണ്ടി വരും. പിന്നെ 150 രൂപ കൊടുക്കേണ്ടി വരും എന്തെങ്കിലും എഡിറ്റ് ഉണ്ടെങ്കിൽ. അപ്പോൾ നമ്മൾ മാക്സിമം തെറ്റ് വരാതെ ഈ സാധനം ഫില്ല് ചെയ്യുക. പിന്നുള്ളൊരു കാര്യം, ഈ ഒരു സെക്ഷൻ കണ്ടല്ലോ, അതായത് ഈ ഒരു സെക്ഷൻ, ഇതിൻ്റെ ഈ സൈഡിൽ ചേഞ്ച് വന്നാലും നമുക്കിതിൻ്റെ അകത്ത് എഡിറ്റ് ചെയ്ത് കയറ്റാം, വെട്ടി എഴുതാം, വലിയ പ്രശ്നമില്ല. പക്ഷേ അത് ഞാൻ ഇപ്പോൾ മിസ്റ്റേക്ക് വരാനല്ല. ഇപ്പോൾ നമ്മൾ സൺഡേ എഴുതുക അല്ലെങ്കിൽ എന്തെങ്കിലും ദിവസങ്ങൾ അറിയാതെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളത് അവർ വെരിഫൈ ചെയ്യുമ്പോൾ അവർ പറയും ഇത് മാറ്റിയാണെന്ന് പറഞ്ഞിട്ട് നമ്മൾ മാറ്റി ഇവിടെ എഴുതാം. പക്ഷേ ഈ ഒരു പേജിൽ നമ്മൾ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് വീണ്ടും പോയിട്ട് പ്രിൻസിപ്പളിൻ്റെ പെർമിഷൻ മേടിക്കേണ്ടി വരും. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്കത് പറ്റിയായിരുന്നു. ഇപ്പോൾ ഇവിടെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണ്ട, നമ്മൾ ആദ്യം ഇവിടെ കണക്ക് തെറ്റിച്ച് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളത് വെട്ടി നമ്മൾ മാറ്റിയിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോയിട്ട് വീണ്ടും അവിടെ ഒപ്പിട്ട് എന്നാൽ മാത്രമേ അവിടെ അത് എടുക്കുള്ളൂ. അതായത് അവിടെ ആരും ഫസ്റ്റ് ചെക്ക് ചെയ്യാൻ ആരും ഇല്ല. അവിടെ നമ്മളിത് എന്ത് കോപ്രായം കാണിച്ച് വെച്ചാലും ആ പെട്ടിയിൽ ഇടല് മാത്രമേ നമ്മുടെ പണിയുള്ളൂ. ആ പെട്ടിയിലിട്ട് അതായത് പിന്നെ ആഴ്ച കഴിഞ്ഞപ്പോഴാണ് അവർ എടുത്ത് നോക്കണേ. ചിലപ്പോൾ എക്സാമിൻ്റെ തലേ ദിവസമായിരിക്കും, അപ്പോഴാണ് അവർ വിളിക്കുക ഇങ്ങനെ പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ ആ സമയത്ത് ഓടേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഒന്നില്ലെങ്കിൽ ഇവിടെ ചെയ്യാം, നമ്മുടെ ക്യാമ്പസ് തന്നെ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ പോയി ചെയ്യാം. റെസിപ്റ്റ് കിട്ടും, അതാ പിൻ ചെയ്ത് പെട്ടിയിലിടാം. ഇനി ഈ സീലിൻ്റെ കേസ്, ഈ സീല് നമ്മൾ യൂണിവേഴ്സിറ്റി പാളയത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ പോയിട്ട് ഫോം മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സീല് വെച്ചുള്ള ഫോം തരും. ഇതിന് 25 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിത് കിട്ടും. അതല്ലാതെ നമുക്കിത് എവിടെ നിന്ന് വേണമെങ്കിലും പ്രിൻ്റ് എടുക്കാൻ പറ്റും, ഓൺലൈനിൽ ഉണ്ടല്ലോ പ്രിൻ്റ് എടുക്കാം. പക്ഷേ സീലുണ്ടാവില്ല. അപ്പോൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ 25 രൂപ നമ്മൾ അടയ്ക്കുമല്ലോ, കാശ് അടയ്ക്കുമല്ലോ, മറ്റേ ഡൊണേഷൻ അടയ്ക്കുമല്ലോ, അതിൻ്റെ ഒപ്പം ആ 25 രൂപ കൂടി കൂട്ടി അടച്ചിട്ട് ഇട്ടാൽ മതി. അതായത് നമ്മൾ ഇത് 25 രൂപയ്ക്കാണല്ലോ മേടിക്കണേ. അപ്പോൾ ഇത് നമ്മൾ ഫ്രീ ആയിട്ട് ഒപ്പിക്കുകയല്ലേ. അപ്പോൾ എന്തായാലും അങ്ങനെ യൂണിവേഴ്സിറ്റി അങ്ങനെ വിടില്ല, എങ്ങനെയാലും 25 രൂപ കൊടുക്കണം. പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യാൻ പോകുമ്പോൾ കാർഡോ ക്യാഷോ എടുക്കുകയുള്ളൂ. അവിടെ UPI ഈ വീഡിയോ ചെയ്യുന്ന ടൈം വരെ UPI അവിടെ ഇല്ല. അപ്പോൾ പിന്നെ വേറൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ pay.keralauniversity.ac.in എന്നുള്ള സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് അടയ്ക്കാം. പക്ഷെ അത് ഈ വീഡിയോ ചെയ്യുന്ന സമയം വരെ അതിൻ്റെ നീളം അത്ര, വെബ്സൈറ്റ് അത്ര പോരാത്തത് കൊണ്ട് നിങ്ങൾക്ക് അടയ്ക്കണവർക്ക് അതിൽ നിന്ന് അടയ്ക്കാം. പക്ഷെ കാർഡ് കൊടുക്കണതായിരിക്കും എപ്പോഴും നല്ലത്. നമ്മൾ കാർഡ് കൊടുത്തപ്പോൾ പെട്ടെന്ന് ചെയ്ത് കിട്ടി. അപ്പം അങ്ങനെയാണ് UCKയിൽ ഡൊണേഷൻ അടയ്ക്കേണ്ടത്. ഇന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങൾ ആദ്യം ഈ പേപ്പർ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് എടുക്കുക. എന്നിട്ട് ഇതിൽ ഫില്ല് ചെയ്യുക, ഇവിടെ റീസൺ കൊടുക്കുക, എന്നിട്ട് പ്രിൻസിപ്പളിൻ്റെ അടുത്ത് പോവുക, സൈൻ മേടിക്കുക. നമ്മുടെ കായ്വട്ടം ക്യാമ്പസിലെ ക്യാഷ് കൗണ്ടറിൽ പോയിട്ട് എത്ര രൂപ എന്നുള്ള റെസിപ്റ്റ് പ്ലസ് നമുക്കിവിടെ സീലില്ലാത്തതുകൊണ്ട് സീലിൻ്റെ 25 രൂപയും കൂടി എക്സ്ട്രാ കൊടുത്തിട്ട് ആ റെസിപ്റ്റ് ഇതിൻ്റെ ഒപ്പം ഇവിടെ പിൻ ചെയ്ത് എന്ത് ചെയ്യുക, പാളയം യൂണിവേഴ്സിറ്റിയിലോട്ട് പോവുക. അവിടെ ഒരു തപാൽ ബോക്സ് അവിടെ ചോദിച്ച് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഒരു തപാൽ ബോക്സ് ഇരിപ്പുണ്ടാവും.
ആ ബോക്സിൻ്റെ അടുത്ത് ഇത് ഇടാം. അത്രേ ഉള്ളൂ. ഇതിലെന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മളടുത്ത് നമ്മൾക്ക് എന്തെങ്കിലും ചേഞ്ചസ് ഈ ഒരു പേജിൽ ഇവിടെ എന്തെങ്കിലും ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും നമ്മളെ വിളിപ്പിക്കും, ചെല്ലും. എന്നിട്ട് അവരുടെ അടുത്ത് നമ്മൾ വീണ്ടും ഒരു 150 രൂപ വീണ്ടും എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. എഡിറ്റ് ചെയ്തെന്ന് പറഞ്ഞിട്ട് വീണ്ടും വരാണെങ്കിൽ വീണ്ടും 150 രൂപ കൊടുക്കേണ്ടി വരും. ഈ ഒരു സെക്ഷനിൽ വലിയ പ്രശ്നമില്ല എഡിറ്റ് വന്നാലും. പക്ഷേ മാക്സിമം പ്രശ്നമില്ലാണ്ട് നോക്കാം. കാരണം അവരെപ്പോൾ വേണമെങ്കിലും വിളിക്കും. കാരണം നമ്മളിത് പെട്ടിയിലിട്ടിട്ട് പോകും, അവർ സൗകര്യമുള്ളപ്പോൾ നോക്കും. ചിലപ്പോൾ അത് എക്സാമിന് മുമ്പോ എക്സാമിന് 2 ദിവസം മുമ്പൊക്കെ ആയിരിക്കും അവർ വിളിച്ച് ഈ പറയണം. അപ്പോൾ നമ്മൾ തിരിച്ചിങ്ങോട്ട് വന്ന് ചിലപ്പോൾ പ്രിൻസിപ്പളിൻ്റെ ഒപ്പ് മേടിച്ച് തിരിച്ച് പോകേണ്ടി വരും. നമ്മളിപ്പോൾ ഒരു 3-4 വട്ടം പാളയം യൂണിവേഴ്സിറ്റി കയറി ഇറങ്ങി ഉണ്ടായി ഫോമുകളുണ്ട്. 3-4 ഫോം ഉണ്ട്. ഇത് എഴുതി ഇപ്പോൾ ഓരോരുത്തരുടെ ഫോമുകൾ അത് എഴുതി ഇപ്പോൾ പരിചയമായി. അവിടെയുള്ള സാറുമാരൊക്കെ ആയിട്ട് ഇപ്പോൾ കമ്പനി. കാരണം അവർ എല്ലാ ദിവസം വരും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ടോ, കാരണം നമുക്കത് അറിയില്ല എങ്ങനെ ചെയ്യേണ്ടതെന്ന്. അപ്പോൾ നമ്മുടെ കുറേ സമയം പോയി, കുറേ കാശും പോയി. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി കിടക്കണേ. അപ്പോൾ ഇത് മുതലേക്ക് ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മൾ ഇത്രയും കുറേ പ്രശ്നത്തിൽ പെട്ടുകൊണ്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്തതെന്നായിരിക്കും തോന്നി. അങ്ങനെയാണ് ചെയ്തതാണ്. അപ്പോൾ ഇത് ആവശ്യമുള്ളവർക്ക് ഉപകരിക്കുന്നുള്ളവർക്ക് അയച്ചു കൊടുക്കാം. ബൈ.